ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, തിമിലയെനിക്കൊന്നു കാണണം കാന്ത, തിമിലയെനിക്കൊന്നു കാണണം കാന്ത, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത. കാന്ത ചിങ്ങമാസവും വന്ന് ചേർന്നാൽ ഇന്ന് ഞാൻ സ്വന്തമാക്കും. മേഘപ്പഴങ്ക് കൊണ്ട് മനത്ത് പോട്ട് കിട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകും. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ഈ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ 1-2 ആഴ്ചകളിലായിട്ട് ഓണം നമ്മൾ എല്ലായിടത്തും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഞാൻ വിദേശത്തായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രവാസി കൂട്ടങ്ങൾ, എല്ലാ പ്രവാസി കൂട്ടങ്ങളും ഓണം ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഈ ഓണം ആഘോഷം എന്ന് പറയുന്നത് പലരുടെയും ഒരു വ്യക്തിപരമായിട്ട് സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഒത്തുചേരലാണ്. അവിടെ വർണ്ണങ്ങളില്ല, വർണ്ണങ്ങൾക്ക് വ്യത്യാസങ്ങളില്ല. മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഓണം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഓണത്തോടനുബന്ധിച്ചാണ് എല്ലാ ആൾക്കാരും ഒന്നിച്ചു കൂടുന്നത്. എന്നാൽ നമ്മൾക്ക് ആചാരങ്ങൾ മാറ്റങ്ങളുണ്ടായാലും നമ്മളുടെ പല ആചാരങ്ങളിൽ നമ്മൾ നാട്ടിൽ ചെയ്യുന്നത് പോലെ ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് ഒരുപക്ഷെ നമുക്ക് അർത്ഥവർത്ഥായി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നാട്ടിലെ സിറ്റുവേഷനും, അപ്പോൾ ഒരു ചെടി നമ്മൾ ഇവിടുന്ന് പറിച്ച് ഇന്ത്യയിൽ കൊണ്ട് നടുമ്പോൾ അവിടുത്തെ സാമൂഹികവും അവിടുത്തെ അന്തരീക്ഷപരമായിട്ടുള്ള മാറ്റങ്ങൾ അതിനെ ബാധിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് പല കാര്യങ്ങളും ഇന്ത്യയിൽ ചെയ്യുന്നത്. അത് ഇവിടെ ചെയ്യാൻ പാടില്ല. പലപ്പോഴും ഈ ആചാരങ്ങൾക്ക് ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. അവയെ പുതിയ സാഹചര്യങ്ങളിൽ പുതിയ അർത്ഥത്തിൽ ശ്രവിക്കുവാനും അവ പുതിയ രീതിയിൽ അഭിമുഖീകരിക്കുവാനും നമുക്ക് പഠിക്കണം എന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ആചാരങ്ങൾ സമയക്രമങ്ങൾക്കൊത്ത് മാറ്റം വരുത്തേണ്ട അവസ്ഥയിലേക്കാണ് പുതിയ സാംസ്കാരിക സാഹചര്യങ്ങൾ നമ്മെ നയിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും കേരളം അല്ലെങ്കിൽ ഇന്ത്യക്കാർ കൂടുതൽ പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നു, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നു. അവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ആ ഓർമ്മകളിൽ ആ ആചാരങ്ങൾ ആ തനിമയോടുകൂടെ തന്നെ കൊണ്ടു നടക്കുകയും അത് വേണ്ട രീതിയിൽ അതിന് മാറ്റങ്ങൾ വരുത്തുകയും അതിൻ്റെ ആ സത്ത്, അതിൻ്റെ അർത്ഥം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പാരമ്പര്യത്തോടുള്ള ആദരം പലപ്പോഴും നഷ്ടമാകുന്നില്ല എന്നുള്ളതാണ്. പല കഴിഞ്ഞ ഈ ഓണത്തോടനുബന്ധിച്ച് പല ഉസ്താദുമാർ അതുപോലെ തന്നെ പള്ളിയിൽ അച്ഛന്മാരും ഓണം ആഘോഷിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ യുവജനങ്ങൾ ഈ ആശയത്തെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ ഏതാനും കാര്യങ്ങൾ നമുക്ക് നോക്കാം. അവരുടെ ഓണാഘോഷവും നബിദിനവും രണ്ടും പറ്റൂല. ക്രിസ്മസും നബിദിനവും അത് രണ്ടുമില്ല. ഓണം അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള സാമൂഹിക പരമായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിൽ ആഴത്തിൽ ഉറഞ്ഞു നിൽക്കുന്ന ഒരാഘോഷമാണ്. ഇത് മതപരമായ ആശയങ്ങളോ വിശ്വാസങ്ങളോ മാത്രമല്ല, മറിച്ച് പാരമ്പര്യവും സാംസ്കാരികവും ഐക്യവും ആഘോഷിക്കുന്ന ദിവസമാണ്. വിദേശത്ത് എവിടെയും ഈ കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും.
അപ്പോൾ ഓണത്തെ മറക്കാൻ അല്ലെങ്കിൽ അവഗണിക്കാൻ പറയുന്ന ശ്രമങ്ങൾ അത് ചില വ്യക്തിപരമായ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകാം. എന്നാൽ സമൂഹം വലിയ തലത്തിൽ ഓണത്തെ ആ ഒരു ഓർമ്മ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതുപോലെയുള്ള ആഹ്വാനങ്ങൾ പലപ്പോഴും പൊട്ടിത്തകരുകയാണ് ചെയ്യുന്നത്. ഓണോത്സവം അതിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള മൂല്യങ്ങൾ കാരണം ഒരു സമൂഹത്തിൻ്റെ ഐക്യം പ്രതിനിധീകരിക്കുന്നതിനാൽ അത് ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു ആവേശ കൂട്ടായ്മയായിട്ടാണ് കണക്കാക്കപ്പെടേണ്ടത്. ഇത് മറ്റാരെങ്കിലും നിരോധിച്ചാൽ പോലും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇതിന് വിപരീതമായി അത് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സത്യം. ഓണത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന കുടുംബ ബന്ധങ്ങൾ, സ്നേഹം, സമത്വം, സങ്കീർണതയില്ലാത്ത ആഘോഷം എന്നിവയാണ് പലർക്കും അത് ആഘോഷിക്കേണ്ട കാരണങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഈ മൂല്യങ്ങൾ ചെറുതല്ലാത്തതിനാൽ നിഷേധങ്ങളുടെ ഫലമായി അത് ഇനിയും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുമെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.